പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഛിന്ന ഭിന്നമാവും. പാർട്ടി തകർന്ന് തരിപ്പണമാവും. പാലക്കാട്ടല്ല, കേരളത്തിൽ മൊത്തത്തിൽ. അതിനുള്ള ആക്കം കൂട്ടുന്ന ഒരു വിധിയായിരിക്കും ഈ 23-ാം തീയതി വരാൻ പോകും. സുരേന്ദ്രന് ഇലക്ഷൻ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പാർട്ടി തകർന്നു പോകും. അപ്പോഴേക്കും പാലക്കാട് മാത്രമൊന്നുമല്ല, കേരളത്തിൽ മൊത്തം. ഇത് പറഞ്ഞത് മറ്റുള്ള പാർട്ടിക്കാരെയാണ് കേട്ടോ. ഞാനത് ജോയിൻ ചെയ്ത് ഇവിടെ വെച്ചതേ ഉള്ളൂ. എന്തായാലും ഇപ്പൊ സുരേന്ദ്രന്റെ സമയം തീരെ മോശമാണ്. ഇപ്പൊ പാർട്ടിക്കുള്ളിൽ സുരേന്ദ്രനെ മാറ്റണമെന്ന് പറഞ്ഞ ഒരു വിഭാഗം ഇപ്പോൾ പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ട് പാർട്ടിക്കകത്ത് തന്നെ. ഈ സുരേന്ദ്രനാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, കഴിഞ്ഞ 2-3 ദിവസം മുന്നേ പറഞ്ഞത്, ഇലക്ഷൻ റിസൾട്ടിന് മുന്നേ പറഞ്ഞത്, ഇത് വി ഡി സതീശന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം തെറിക്കാനുള്ള ഇലക്ഷനാണെന്നാണ് പറഞ്ഞത്. ഇപ്പം സുരേന്ദ്രന്റെ സ്ഥാനം തെറിക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ സുരേന്ദ്രന് ഭയങ്കര ആശങ്കയുണ്ട്. സന്ദീപ് വാര്യർ മറുകണ്ഠം പോയി. അതുപോലെ ശോഭാ സുരേന്ദ്രനും ഗോപാലകൃഷ്ണനും ഒക്കെ നിൽക്കുകയാണ്. സുരേന്ദ്രനെ അടിക്കാൻ കിട്ടിയൊരു വടിയാണ്. അപ്പോൾ പിന്നെ അടിച്ചു തന്നെ തീർക്കാം എന്നുള്ള രീതിയിലാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ കേന്ദ്ര നേതാക്കൾക്കെല്ലാം പരാതി കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും സുരേന്ദ്രന്റെ നാവ് പൊന്നാണ്. സുരേന്ദ്രന് കൃത്യമായിട്ട് ഈ പറഞ്ഞതെല്ലാം സാധിച്ചു. സുരേന്ദ്രൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയായിരുന്നു. ആ വി ഡി സതീശന്റെ പ്രതിപക്ഷ സ്ഥാനം വരെ ഈ പാലക്കാട് ഇലക്ഷൻ കഴിയുമ്പോൾ തെറിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് ഡയലോഗ്സ് ഒക്കെ അടിച്ചിട്ടാണ് ആളിരുന്നത്. ഇപ്പൊ എന്തായാലും ഇപ്പം സുരേന്ദ്രന്റെ കസേര ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. അതുപോലെ തന്നെ സുരേന്ദ്രൻ ജിയുടെ ഒരു നേതാവുണ്ട് കേന്ദ്രത്തില്. ആ നേതാവ് പാലക്കാട് വന്നിരുന്നു, പ്രചാരണം നടത്തിയിട്ട് പോവുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ ഇലക്ഷന്റെ റിസൾട്ടിനെ കുറിച്ച് ചോദിച്ചപ്പം എനിക്കൊന്നും അറിയത്തില്ലേ രാമനാരായണ എന്നുള്ളൊരു അവസ്ഥയാണ്. എന്നാലും ഒന്ന് കണ്ടു നോക്കാം. വി മുരളീധരനാണ്. എനിക്കൊന്നും അറിയില്ല, ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു, അവിടുത്തെ ഇലക്ഷൻ ഇതായിരുന്നു, ഞാൻ ഇടയ്ക്കൊന്ന് വന്നിട്ട് പോയി എന്ന് പറഞ്ഞ് നൈസായിട്ട് കൈയൊഴിയുന്നുണ്ട്. പാർട്ടി എന്നെ ഏൽപ്പിച്ച ചുമതല മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു. അതുകൊണ്ട് പാലക്കാടും ചേലക്കരയും വയനാട്ടിലുമൊക്കെ പ്രചരണത്തിന് പോയി എന്നുള്ളതിനപ്പുറത്ത് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്ന ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ നൈസായിട്ട് സുരേന്ദ്രനിൽ തന്നെ ചാരി വെക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സംസ്ഥാന പ്രസിഡന്റുമായിട്ട് ചോദിച്ചാൽ മതി, ഞാൻ വന്നു പോയി എന്നുള്ളൊരു ഒറ്റ ആള് മാത്രമേ ഉള്ളതാണ്, എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. എന്നുവെച്ചാൽ ഇത് ഈ പരാജയം ഏക്കാൻ വയ്യ. എന്നുവെച്ചാൽ കേന്ദ്രത്തിൽ എന്തായാലും ഇത് ചർച്ചയാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുപോലെ വോട്ട് കുറഞ്ഞതൊക്കെ. അപ്പം ഉത്തരം പറയാൻ ഇപ്പം വി മുരളീധരന് എന്തായാലും അവിടെ വലിയ പാടായിരിക്കും. അതുകൊണ്ടാണ് മുരളീധരൻ നൈസായിട്ട് അവിടെയും പറയേണ്ട കാര്യം, കേന്ദ്ര കമ്മിറ്റിയിലും പറയേണ്ട കാര്യം ഇവിടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ ഇന്നടത്തായിരുന്നു, ഞാൻ പോയി അവിടെ പരിപാടിക്ക് പോയി, പങ്കെടുത്തു, തിരിച്ചു പോകുന്നു. അല്ലാതെ എനിക്കിതിനകത്ത് യാതൊരു കയ്യുമില്ല എന്നുള്ള കൈ ഒഴിഞ്ഞതാണ്. അത് നമുക്ക് മനസ്സിലാവും. എന്തായാലും സുരേന്ദ്രന്റെ ബെസ്റ്റ് ടൈമാണ് കേട്ടോ. ഈ കളയരുത്, ഇത് പിടിച്ചോളാം. എന്തായാലും നല്ല രീതിയിൽ അവിടെ സന്ദീപ് വാര്യർ നല്ല ട്രോളുന്നുണ്ട്. കിട്ടുന്ന അവസരം എല്ലാം സുരേന്ദ്രനെ നല്ല ട്രോളി കൊല്ലുന്നുണ്ട്. സമയാസമയങ്ങളിൽ ക്യാപ്സ്യൂൾ പോലുള്ള മറുപടികളും കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇനി സുരേന്ദ്രൻ സന്ദീപ് വാര്യരെ കുറിച്ച് അധികം സംസാരിക്കും തോന്നുന്നില്ല. എന്താ വെച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ സന്ദീപ് വാര്യർ പറഞ്ഞു കഴിഞ്ഞു സുരേന്ദ്രനുള്ള മറുപടിയായിട്ട്. എന്തായാലും സന്ദീപ് വാര്യരുടെ ഈ വാക്കുകളോട് നമുക്കൊന്ന് കേൾക്കാം. എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ പാർട്ടിയിൽ നിന്ന് BJP പുറത്തു പോകുന്ന ഒരാളാണ്. ഞാൻ ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണ്. ആ പാർട്ടി നന്നാക്കാനുള്ള ബാധ്യത ഒന്നും എനിക്കിപ്പോൾ ഇല്ല. പക്ഷേ BJPയുടെ ഈ ഡിബാക്കിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ ആയിട്ടുള്ളത് സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പിഴവാണ്. അതൊരു പിഴവ് എന്ന് പറയാൻ പറ്റില്ല. ഈ കേരളത്തിൽ കുറേ കാലമായിട്ട് കേരളത്തിലെ BJPയെ നിയന്ത്രിക്കുന്ന ഒരു കോക്കസ് ഉണ്ട്. അത് കെ സുരേന്ദ്രൻ, വി മുരളീധരൻ, കൃഷ്ണകുമാർ അടങ്ങുന്ന ഒരു കോക്കസാണ്. ആ കോക്കസിന്റെ കയ്യിലാണ് കേരളത്തിലെ BJP ഉള്ളത്. ഏകശിലാത്മകമായിട്ടുള്ള തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുകയും അടിമ മനോഭാവത്തോടുകൂടി ബാക്കിയുള്ളവർ അതനുസരിക്കുകയും ചെയ്യുന്ന ഏകാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയായിട്ട് അത് മാറിയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായത്. സാധാരണ ജനങ്ങളുടെ പൊതുസമൂഹത്തിന്റെ പൾസ് അറിയാനുള്ള ഒരു സംവിധാനവും അതിനകത്തില്ല. പാലക്കാട്ടെ ജനങ്ങളെ ഹിന്ദു എന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് വേർതിരിച്ചുകൊണ്ട് വോട്ട് തേടാനുള്ള ശ്രമമുണ്ടായി. അതിന് CPMന്റെ സഹായം ഉണ്ടായി. BJPക്ക് പറയാൻ കഴിയാത്ത വർഗീയത CPMനെ കൊണ്ട് പറയിപ്പിച്ചു. CPMും BJPയും തമ്മിൽ അവിശുദ്ധമായൊരു കൂട്ടുകെട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് അഴിമതി കേസുകൾ മറച്ചുവെക്കുന്ന കാര്യത്തിലായാലും പരസ്പരം സഹായിക്കുന്ന കാര്യത്തിലായാലും വർഗീയതയുടെ ഈ മൊത്തക്കച്ചവടത്തിലായാലും ഒക്കെ ഇവർ തമ്മിലുള്ള ധാരണ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്.
പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാനല്ല BJP ഉദ്ദേശിക്കുന്നത്, മറിച്ച് കോടിക്കണക്കിന് രൂപയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട ചില നിഗൂഢ ലക്ഷ്യങ്ങളാണ് ഇവർക്കുള്ളത് എന്ന് വ്യക്തമാണല്ലോ. അപ്പൊ ജയിക്കണം എന്നുണ്ടെങ്കിൽ കൃഷ്ണകുമാർ ഒരിക്കലും സ്ഥാനാർത്ഥിയാവില്ലായിരുന്നു. അപ്പൊ ജയമായിരുന്നില്ല ലക്ഷ്യം, മറിച്ച് ജയിക്കാൻ ഞങ്ങൾക്ക് മുന്നേ മറ്റാരും ജയിക്കേണ്ട എന്ന മറ്റ് ചില ഉദ്ദേശങ്ങളാണ് വാസ്തവത്തിൽ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ സുരേന്ദ്രനും സംഘത്തിനും ഉണ്ടായിരുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുന്ന കാര്യമാണ്. കാര്യങ്ങളൊക്കെ വെടിപ്പായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവരാരും നിൽക്കുന്നത് കൂടുതലും ജയിക്കാൻ വേണ്ടിയല്ല. കേന്ദ്രത്തിൽ നിന്ന് ഇഷ്ടംപോലെ പണം വരും ഈ ഇലക്ഷൻ ഫണ്ടെന്ന് പറഞ്ഞിട്ട്. അത് കുറച്ച് വിനിയോഗിക്കും, ബാക്കി ഇവര് പങ്കിട്ടെടുക്കും. അതാരൊക്കെയാണ് പങ്കിട്ടെടുക്കുന്നതെന്നുള്ളതും ആദ്യം പറയാതെ പറയുന്നുണ്ട്. സന്ദീപ് വാര്യർ പറയുന്നുണ്ട്. സന്ദീപ് വാര്യർക്ക് ഈ കൂടെ കിടന്നവർക്കല്ലേ രാപ്പനി അറിയൂ എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ. അതുപോലെ BJPയിൽ നിന്ന് വന്നതുകൊണ്ട് കൃത്യമായിട്ട് സന്ദീപ് വാര്യർക്ക് അവിടെ നടക്കുന്ന കളികളെല്ലാം അറിയാം. അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ പറഞ്ഞത് പണം വരുന്നുണ്ട്, ഇഷ്ടം പോലെ പണം വരുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ ഫണ്ടിലാണ് ഇവരുടെ എല്ലാം നോട്ടം, അല്ലാതെ ജയം തോൽവിയൊന്നുമല്ല. അല്ലാതെ ജയിക്കണം എന്നായിരുന്നു BJPക്ക് താല്പര്യമെങ്കിൽ അവിടെ ഈ C കൃഷ്ണദാസിനെ സ്ഥാനാർത്ഥി ആക്കത്തില്ല എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ് ശോഭാ സുരേന്ദ്രനായിരുന്നു അവിടെ വരേണ്ടത്. ശോഭാ സുരേന്ദ്രൻ വന്നിട്ട് കുറച്ചുകൂടെ മത്സരം കടുക്കുമായിരിക്കാം, നമുക്കത് പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ വെളിയിലത്തെ ഒരു ടോക്ക് അനുസരിച്ചിട്ട് ശോഭാ സുരേന്ദ്രൻ വന്നാൽ മത്സരം എന്തായാലും കടുക്കും എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രനെ നൈസായിട്ട് വെട്ടിയിട്ട് സുരേന്ദ്രന്റെ അടുത്ത ആളായ C കൃഷ്ണകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. അപ്പൊ തന്നെ അതിന്റെ ഉദ്ദേശം ഇതിനകത്ത് പറയുന്നുണ്ട് എന്താണ് എന്നുള്ളത് സന്ദീപ് വാര്യർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു MLA ജയിച്ചു കഴിഞ്ഞാൽ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു MLA ചാക്കിട്ട് പിടിക്കാൻ തന്നെ കോടികളാണ് BJP മുടക്കുന്നത്. ഒരു 2-3 MLA കൊണ്ടുവരുന്ന കോടികൾ കൊടുത്തിട്ടാണ് നേരത്തെയും ചെയ്തുകൊണ്ടിരുന്നത്. അത് നമുക്കറിയാം. അപ്പം ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട്. ഇലക്ഷൻ ഫണ്ടെന്ന് പറഞ്ഞെങ്കിൽ വരും, അതിൽ കൈവയ്ക്കുക, വാരുക, ഇതാണ് നടക്കുന്നത്. എന്തായാലും അത് പറയാതെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സുരേന്ദ്രന് പറ്റിയ ഒരു എതിരാളി തന്നെയാണ് UDFൽ ഇരുന്നുകൊണ്ട് സന്ദീപ് വാര്യർ. എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയുമെന്ന് പറഞ്ഞ പോലെ അവിടുത്തെ കളികൾ മൊത്തവും 100% അറിഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ ക്യാമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം സുരേന്ദ്രൻ ഇനി എന്ത് വേണ്ടിയെന്ന് പറഞ്ഞാലും അതിന് തക്കതായിട്ട് മറുപടി കൊടുക്കാൻ UDFിലെ മറ്റുള്ള നേതാക്കൾ മെനക്കെടണമെന്നില്ല. സന്ദീപ് വാര്യരെ ഏൽപ്പിച്ചാൽ മതി. സന്ദീപ് വാര്യർ കൃത്യമായിട്ട് അതിനുള്ള മറുപടികൾ കൊടുക്കും. സുരേന്ദ്രൻ പറഞ്ഞതുപോലെ സുരേന്ദ്രന്റെ നാവ് പൊന്നായി. പാർട്ടിയിൽ പ്രക്ഷോഭങ്ങളും സ്ഥാനം തെറിക്കാനുള്ള സാഹചര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആദ്യം വീഡിയോയിൽ കേട്ടതുപോലെ. എന്നാലും ഇനി പോകെ എന്താണെന്ന് നോക്കാം. അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.